സാധാരണക്കാർക്ക് ഇനിയിപ്പോ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഗതി. അവിടെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ചലനം ഉണ്ട്. അപ്പം ഫാമിലിയിട്ട് വന്ന് ചോദിച്ചിട്ട് ഇതെടുക്കാം എന്ന് പറഞ്ഞായിരുന്നു. സർക്കാർ സഹായിക്കണം ആ ഒരു നിലപാട് മാനസിക പ്രയാസങ്ങൾ അറിയാം. എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് എന്താ പറയാനുണ്ടായി? എന്തൊക്കെ എനിക്ക് നല്ല സങ്കടമായി. ഞാൻ പ്രതീക്ഷിച്ചു, ഇവിടെ നിന്ന് പോയപ്പം പ്രതീക്ഷ ഇല്ലാണ്ട് പോയി. അവിടെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ചലനം ഉണ്ട്. അപ്പം ഫാമിലിയിട്ട് വന്ന് ചോദിച്ചിട്ട് ഇതെടുക്കാം എന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർമാരും ഒരുപാട് ട്രൈ ചെയ്തു. ഡോക്ടർമാരും പ്രതീക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് പറഞ്ഞു ഇല്ല, പറ്റില്ല, 2 അറ്റ ഭാഗം ഒട്ടിപ്പോയി, അതുകൊണ്ട് ഇത് എടുക്കാതിരിക്കണതാണ് നല്ലത്. അതവിടെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലെന്നാ പറഞ്ഞു. ഇല്ല, ഒന്നും പറഞ്ഞില്ല. സർക്കാർ ജോലി അർഹമായി നഷ്ടപ്പെടുകയാണ്. അതാണ് വേണ്ടത്. മെഡിക്കൽ കോളേജിൽ ശരീരത്തോട് ചേർന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗമായിട്ടുള്ള ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. പക്ഷേ അവിടെ ഉണ്ടായ വലിയൊരു ചികിത്സാ പിഴവ് കാരണം ഒരു യുവതിയുടെ ശരീരത്തോട് ചേർന്ന് ആ ചികിത്സയ്ക്കിടെ ശരീരത്തിൽ കയറ്റിയിരുന്ന വയറ് കുടുങ്ങിപ്പോകുന്നു. ഇപ്പോൾ അത് ഹൃദയഭാഗത്തോട് ചേർന്ന് ഒട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ചികിത്സയിലൂടെ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. വളരെ നിരാശ തോന്നുന്ന കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതീക്ഷകളൊക്കെ പോയി എന്ന് ആരോഗ്യം പറയുമ്പോൾ ഇപ്പോൾ ബന്ധുക്കൾ നമ്മളോട് ചേരുകയാണ്. ചേട്ടാ, ഇപ്പം ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സമയമായിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോ ഇവിടെ എത്തിയതിനു ശേഷം അത് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു? നമ്മുടെ ഏറ്റവും വലിയ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരോഗ്യ മേഖലയിലാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇനി നമ്മുടെ പ്രതീക്ഷ സർക്കാരിന്റെ ഭാഗത്ത് എന്നുള്ളത് സർക്കാർ ജോലിയും പിന്നെ അർഹമായ നഷ്ടപരിഹാരവും. സാധാരണക്കാർക്ക് ഇനിയിപ്പോ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഗതി. അതുകൊണ്ട് സുമയുടെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല. കാര്യം ഇപ്പം തന്നെ രണ്ടാമത് ഇപ്പൊ ആൻജിയോഗ്രാം ഒക്കെ ചെയ്തു വന്നു. ഇതിനൊക്കെ എല്ലാത്തിനും കാരണക്കാരായ ആളുകൾ ഇപ്പോഴും സർക്കാർ സംരക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് കാണുന്നത്. ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും ഇനി നിയമപരമായിട്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് കുടുംബ തീരുമാനം. സമരാംഗ സമരം സർക്കാർ അടിയന്തരമായിട്ട് സർക്കാർ ജോലി സുമയ്ക്ക് നഷ്ടപരിഹാരം തന്നെയാണ് കൊടുക്കേണ്ടതാണ് കുടുംബത്തിന്റെ ആവശ്യം. നിയമസഭ നടക്കുന്ന സമയത്തടക്കം സുമയുടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് സംസാരിക്കുകയോ കാണുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ല, ഒരു വിധത്തിന്റെ ഇടപെടൽ നടന്നിട്ടില്ല. ഒരു വിധത്തിലും ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രിയോ ആരും ഇതുവരെ സുമയെ നേരിട്ട് കാണുക അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടൊരു തീരുമാനം നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല.
സർക്കാർ സംവിധാനത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഒരു യുവതിയുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടത്. അതായത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതിരിക്കുക, അല്ലെങ്കിൽ ചികിത്സ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അശ്രദ്ധ കാണിക്കുക എന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് ഓരോ രോഗികളും ജീവിതകാലം മൊത്തം ആ ഒരു വേദന അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരികയാണ്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജും ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് പ്രസവത്തിന് ശേഷം ഓപ്പറേഷനിൽ കത്രിക വയറിൽ കുടുങ്ങിപ്പോയ ഒരു സംഭവം. അതിന്റെ ഭാഗമായിട്ട് നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് അതേ രീതിയിലേക്കാണ് സുമയ്യയുടെയും അവസ്ഥ എത്തുന്നത്. കാട്ടാക്കട കിള്ളി സ്വദേശിയായിട്ടുള്ള സുമയ്യയുടെ ശരീരത്തിൽ ആ ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കീഹോൾ ശസ്ത്രക്രിയ നടത്തി ആ ഗൈഡ് വയർ പുറത്തെടുക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു. എന്നാൽ 2 തവണ കീഹോൾ നടത്തിയെങ്കിലും പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ആ ഒരു ഗൈഡ് വയർ പുറത്തേക്ക് ഇനി എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ ശ്വാസതടസ്സം ഈ യുവതിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ആ ഗൈഡ് വയർ ഇനി ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് രക്തക്കുഴലിനോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ അത് അങ്ങനെ കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എങ്കിൽ അങ്ങനെ നിന്നോട്ടെ എന്നാണ് പലരും ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് യുവതിക്ക് സമാധാനത്തോടെ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇതൊരുക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അലർജി പോലുള്ള പല വിഷയങ്ങളും ഈ ഒരു വലിയ ചികിത്സാ പിഴവിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഗൈഡ് വയർ ധമനികളോട് ഒട്ടിച്ചേർന്നതിനാൽ ഡോഡ് വയർ മാറ്റാൻ ശ്രമിക്കുന്നത് സങ്കീർണമാകും എന്നുള്ള നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ 2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ച ഡോക്ടർ രാജീവ് കുമാറിന്റെ യൂണിറ്റിൽ നടത്തിയിട്ടുള്ള ശസ്ത്രക്രിയയ്ക്കിടെ യുവതിക്ക് സുമയ്യയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നിയമസഭയിൽ അടക്കം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ എന്താണ് സംഭവം, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് അറിയാൻ വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് സുമയ്യയെ ഒന്ന് നേരിട്ട് പോയി കാണുകയോ സംസാരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് ഇന്ന് ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തമാകുന്നത്. അതായത് വലിയൊരു ചികിത്സാ പിഴവ് സ്വന്തം ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രിക്ക് വ്യക്തമായിട്ട് പോലും അതിലൊരു നടപടി എടുക്കാൻ അല്ലെങ്കിൽ നേരിട്ട് പോയി അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരോഗ്യമന്ത്രിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ ഇപ്പോഴത്തെ ഇടത് മന്ത്രിമാരെല്ലാം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ആളുകളെ നേരിട്ട് കണ്ട് മാധ്യമ ശ്രദ്ധ നേടുക എന്നത്. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ മാധ്യമ ശ്രദ്ധ നേടുന്നതിന് ഉപരി അവരുടെ ഒരു സമാധാനത്തിനെങ്കിലും നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് പോലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കുന്നത്. ഏതായാലും സർക്കാരിലുള്ള വിശ്വാസങ്ങൾ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. അതേസമയത്ത് വിശ്വാസം കൈവിട്ടിട്ടുണ്ട് എങ്കിൽ പോലും നീതി അതിനുവേണ്ടി പോരാട്ടം തുടരുമെന്നും നിയമപരമായിട്ടും മുന്നോട്ട് തന്നെ പോകുമെന്നും സുമയ്യയുടെ ബന്ധുക്കൾ ഇന്ന് പ്രതികരിച്ചു.